പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളുടെ ഏവരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാലും സ്വർഗത്തിന്റെ സഹായത്താലും അതിസ്വാഭാവികമായ കൃപകളാലും നിറച്ച് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഈ വണക്കമാസത്തിൽ കർത്താവിന് തിരുഹൃദയം നമുക്ക് ഈശോ കാണിച്ചു തന്നുകൊണ്ട് അതുപോലെ നമ്മെ സ്നേഹിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ഈശോ നമ്മെ വിളിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അനേകം പേര് പലവിധ സങ്കടങ്ങളോടെ, വേദനകളോടെ, പല പല പ്രശ്നങ്ങള്, തകർച്ചകള്, തടസ്സങ്ങള് വേദനയോടുകൂടി വിളിച്ച് പറയുകയാണ്. ഇവിടെ ദൈവമക്കളെ, ഒരു തടസ്സമുണ്ടാകുമ്പോൾ നമുക്കറിയാം, തടസ്സപ്പെടുത്തുന്നവൻ പിശാചാണ്. അവന്റെ ആധിപത്യങ്ങള്, അവന്റെ പ്രവൃത്തികള് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ തകർക്കുന്നു, നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അവന്റെ പ്രവൃത്തി. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലേണ്ടത് വളരെ വലിയ ആവശ്യമാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു കാരണമില്ലാതെ ഒരു കാര്യമുണ്ടാകത്തില്ല. ഒരു കാരണമുണ്ടാകും. അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് 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 സംഭവിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൻ്റെ വചനമനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ഒരു ജീവിതമുണ്ട്. നമ്മൾ വിളിക്കപ്പെട്ട ജീവിതം, ജീവിക്കേണ്ട ജീവിതം. ഇത് മറന്നിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളിൽ പല പല തകർച്ചകള്, പല പല പൈശാചിക പീഡകള് കടന്നു വരും. ഞാൻ കണ്ടെടുത്തോളം മിക്കവാറും അങ്ങനെയാണ്. സംഭവങ്ങൾ ഓരോന്നും നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുഹൃദയത്തിന്റെ ഈ മാസത്തില് കർത്താവ് നമ്മെ ഈശോ കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി മുൾമുടിയേറ്റ, നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ ഇതുപോലെ സ്നേഹാഗ്നിയാൽ എരിഞ്ഞ് നമുക്ക് വേണ്ടി ജ്വലിക്കുന്ന ആ തിരുഹൃദയത്തിന്റെ രക്ഷാകരമായ കാര്യങ്ങള്, രക്ഷാകരമായ പ്രവൃത്തികള്, രക്ഷാകരമായ രഹസ്യങ്ങള് നമ്മൾ സ്വന്തമാക്കി എടുക്കണം. അതിനുവേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ കാരണങ്ങൾ കണ്ടെത്തണം. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പിശാചിന് കടന്നു വരാൻ പറ്റുന്ന ഒരു വാതിൽ എങ്ങനെയോ തുറന്നു കിടക്കുന്നുണ്ട്. പൈശാചിക അറ്റാക്കുകൾ, പല പല പ്രശ്നങ്ങള് ഒത്തിരിയേറെ പേര് പറയാറുണ്ട്. ഭയങ്കരമായ കാര്യങ്ങള് ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങള്, പിശാചുമായിട്ട് ബന്ധപ്പെട്ട തകർച്ചകള്, അതിസ്വാഭാവികമായ ചില സംഭവങ്ങള്, കാര്യമില്ലാത്ത കാരണമില്ലാത്ത ചില രോഗപീഠകള്, ഭയങ്കര തടസ്സങ്ങളൊക്കെ. അവിടെ ഓർക്കണം, പിശാചിന് കടന്നു വരാൻ, നാശത്തിന് കടന്നു വരാൻ, തകർച്ചയ്ക്ക് കടന്നു വരാൻ, ഒരു ഭയത്തിന് കടന്നു വരാൻ ഒരു വാതിൽ നമ്മുടെ കുടുംബത്തില് തുറന്ന് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പാപത്തിലൂടെ ആയിരിക്കാം, പൂർവികരുടെ ഏതെങ്കിലും പാപത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില പൈശാചികമായ ചില പ്രവൃത്തികൾ അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്നതിലൂടെ ആകാം. പക്ഷെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യണം. ഒത്തിരിയേറെ പേര് വിളിക്കും, അച്ഛാ മോനൊരു അക്രൈസ്തവ ഒരു ആളെയാണ് കെട്ടിയ, ഇപ്പോൾ ആകെപ്പാടെ പ്രശ്നമാണ്, അനുസരിക്കണില്ല, പള്ളിപ്പോക്കില്ല, കൂദാശയില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ദൈവം പറഞ്ഞ വഴിയുണ്ട്. ചിലർന്ന് എണ്ണിപ്പറക്കി വിളിക്കുക. ഇന്നലെ രമിച്ച് നോർത്തിന്ന് ഒരു മോളെ കെട്ടിക്കൊണ്ടുവന്നു. അവരിവിടെ വന്നു. എന്നിട്ട് മോളെ അവർ വീട്ടുകാർന്ന് കൊണ്ടുപോയി.
ഞാൻ ചോദിച്ചു, മാമോയിസം മുക്കിയോ? ഇല്ല. വിവാഹമെന്ന് കൂതാശ നടത്തിയോ? ഇല്ല. അപ്പൊ ഞാൻ പറയാണ്, നമ്മൾ ഓരോ കാര്യങ്ങളും ദൈവം പറഞ്ഞ പോലെ ചെയ്യില്ല. നമുക്ക് വചനമുണ്ട്, ആരെ കെട്ടണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൂതാശയുണ്ട്, കൂതാശയിലൂടെ ലഭിക്കുന്ന കൃപയുണ്ട്. അതാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം. ഞാൻ ഇന്ന് ഇതൊക്കെ വെച്ച് രാവിലെ ആരാധനയ്ക്കിരുന്നപ്പോ എൻ്റെ മനസ്സിലേക്ക് വന്ന കുറെ ചിന്തകൾ, അത് ദൈവവിളി മറന്ന കുടുംബജീവിതം, ദൈവവിളി മറന്ന വൈദികര്, തന്റെ ഉത്തരവാദിത്വത്തിന്റെ ആ ഒരു അവസ്ഥയുണ്ട്, ജീവിതമുണ്ട്. അത് ജീവിക്കാതെ പോയ ഒത്തിരിയേറെ ജീവിതങ്ങൾ, അത് ഇന്ന് കുടുംബങ്ങളെ, പൗരോഹിത്യത്തെ, സഭയെ, ഇടവകകളെ നശിപ്പിച്ചിട്ടുണ്ട്. വിളിച്ച വിളി ദൗത്യം പൂർത്തീകരിക്കാത്ത ദമ്പതിമാര്, വിളിക്ക് ദൗത്യമുണ്ട്. അത് ദൈവവിളി എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിലേക്കുള്ള വിളി, പൗരോഹിത്യത്തിലേക്കുള്ള വിളി, സന്യാസ സമർപ്പണ ജീവിതത്തിലേക്കുള്ള വിളി, ഒരു ബിഷപ്പാകാനുള്ള വിളി, മാർപ്പാപ്പയാകാനുള്ള വിളി, അപ്പനാകാനുള്ള വിളി, അമ്മയാകാനുള്ള വിളി, ഒരു സുവിശേഷ പ്രഘോഷകനാകാനുള്ള വിളി, അങ്ങനെ എല്ലാം ദൈവവിളിയാണ്. ആ വിളിയുടെ ഉത്തരവാദിത്വം മറന്നുപോയ അനേകം മനുഷ്യര്, ദമ്പതിമാര്, മാതാപിതാക്കള്, മക്കള്, വൈദികര്, ഇടയന്മാര്, സന്യാസിമാര്, ഇതൊക്കെ ഭയങ്കര ദുരന്തമാണ്. ഞാൻ പറയും, വിളിക്കപ്പെട്ട വിളിയുടെ ഉത്തരവാദിത്വവും ദൗത്യവും മറന്ന് ആ ജീവിതമുണ്ട്, അത് മറന്നിട്ട് എന്തിനോ വേണ്ടി ഓടി നടക്കുന്ന ഒത്തിരിയേറെ മനുഷ്യർ. ഞാനിത് പറയുന്നത് ഒത്തിരി അനുഭവത്തിൽ നിന്നാണ്. പല കുടുംബങ്ങളെ പഠിച്ചു. ഇന്നലെ ഇന്നൊക്കെ ഞാൻ കുറെ പേരെ കണ്ടു. ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, തകർന്നു പോയ മക്കള്, വഴിമുട്ടി നിൽക്കുന്ന മക്കള്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന മക്കള്, പിശാച് അതുപോലെ കയറി നശിപ്പിച്ച് തകർത്ത് ഡിപ്രഷനെ കുടുക്കി ആത്മഹത്യ ചിന്തയിൽ അടിമപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കള്. ഇതൊന്നും രണ്ടൊന്നല്ല മക്കളെ, അനേക മക്കൾ. എനിക്ക് സങ്കട മക്കളെ ഓർക്കുമ്പോ. എന്നാൽ ഞാൻ ഓർക്കുകയാണ് മക്കളെ, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ കൂടെ നിർത്തി ജീവിക്കുന്ന ഒരു മകനും ഒരു മകളും ഭയപ്പെടില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് വിളിക്കപ്പെട്ട വിളി, ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ കുടുംബജീവിതത്തിലാണെങ്കിൽ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിക്കേണ്ടവര്. ജീവിക്കാത്തതിന്റെ ദുരന്തം ഇന്ന് മക്കൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ മക്കളൊക്കെ വഴുതെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദിവസങ്ങളൊക്കെ ആ മേഖലയൊന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ വഴുതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ അനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ, അവര് വഴിപ്പഴച്ചു പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ പിന്നിലൊക്കെ വിളി മറന്ന അപ്പന്റെയും അമ്മയുടെയും ദൗത്യ നിർവഹണത്തിന്റെ പരാജയത്തിന്റെ വലിയ സത്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതം അതുപോലെ പോയില്ലെങ്കിൽ അത് മക്കളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടും. ഒത്തിരി സംഭവങ്ങളും അനുഭവങ്ങളും അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ ദിവസങ്ങൾ മക്കളെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മക്കൾ നശിച്ചു പോകാനുള്ള കാരണം, നമ്മുടെ കുടുംബങ്ങൾ നശിച്ചു പോകാനുള്ള കാരണം, അത് മനസ്സിലാക്കി എളിമപ്പെട്ട് അനുതപിച്ച് പശ്ചാത്തപിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ദൗത്യത്തെ ഉറപ്പിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരുഹൃദയത്തിന്റെ അരികിലേക്ക് ഓടി വരാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ സത്യങ്ങൾ പറയുമ്പോൾ ഇതൊന്നും ആർക്കും വേണ്ട. ഇന്ന് ആളുകൾ കുറെ പേര് വിളിക്കണം അച്ഛനെ കാണാൻ. ഒരു ദിവസം മിനിമം ഒരു 50-60 പേര് മിനിമം അച്ഛനെ വിളിക്കും, അച്ഛനെ കാണാൻ, വിശേഷങ്ങൾ പറയാൻ. ഒത്തിരി പേര്. ഞാൻ പറയും, മക്കളെ, എന്നോട് നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞിട്ടെന്താ കാര്യം? എന്തുകൊണ്ട് വന്നു? നമ്മൾ ഈ ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ കണ്ട് അതിനെ റെക്ടിഫൈ ചെയ്ത് അതിനെ ക്രമപ്പെടുത്തി നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് കർത്താവിന്റെ വലിയ കരുണ, തിരുഹൃദയ സ്നേഹം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചു വരണം. കുത്തി തുറക്കപ്പെട്ട് ആ ഹൃദയത്തിലേക്ക് വിളിക്കുമ്പോ, ഈ കരുണയിലേക്ക് വിളിക്കുമ്പോ, ഈ സ്നേഹത്തിലേക്ക് വിളിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളത് അറിഞ്ഞു വരണം. ഞാനെന്നൊരു അമ്മച്ചിയോട് പറഞ്ഞു, മോൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് പല രീതിയിൽ പോയി, പാകപ്പാടെ പ്രശ്ന, അച്ഛനൊന്ന് കാണിക്കണം, ബാക്കി വിശേഷം നേരിട്ട്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, നമുക്ക് ജീവിക്കാനുള്ള ജീവിതമുണ്ട്, അത് ജീവിക്കണം. അത് ജീവിക്കാതെ പോയിട്ട് പിന്നെ പ്രശ്നം വന്നിട്ട് നാശം വന്നിട്ട് തകർച്ച, അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
എന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ പറഞ്ഞ പോലെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശാപമാണ്, നാശമാണ്, തകർച്ചയാണ്, ഞാൻ കൂടെ ഉണ്ടാവത്തില്ല, പിശാച് ആക്രമിക്കും, നിങ്ങൾ കീഴ്പ്പെടുത്തപ്പെടും എന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ അച്ഛനെ കണ്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിങ്ങൾ വന്ന് ധ്യാനം കൂടി ജീവിതത്തെ ക്രമപ്പെടുത്തി കുമ്പസാരിച്ച് പാപപരിഹാരം ബലിയർപ്പിച്ച്, പിന്നെ നമ്മൾ മാത്രമല്ല, അതിന്റെ പിന്നില് നമ്മുടെ കുടുംബവൃക്ഷം, പാരമ്പര്യം, അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി, അതിലൂടെയും ഒത്തിരി കാര്യങ്ങൾ കടന്നു വരും. അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾക്ക് വേണ്ടി കുടുംബവൃക്ഷത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ബലിയർപ്പണങ്ങൾ, അതിനുശേഷം ഡെലിവറൻസ് പ്രയർ, അതിലൂടെ യഥാർത്ഥമായ ഒരു തിരിച്ചുവരവ് ഈ കർത്താവിന്റെ കുരിശുമരണത്തിലൂടെ സ്വന്തമാക്കി എടുക്കാത്തിടത്തോളം കാലം നമ്മുടെ കുടുംബമോ നമ്മുടെ ജീവിതമോ പൗരോഹിത്യമോ രക്ഷപ്പെടില്ല. അച്ഛനിത് പറയുമ്പോ ചിലർക്ക് ഇങ്ങനെ തോന്നും, അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറയുള്ളൂ. ഇത് പറയുമ്പോൾ എന്നെ മനസ്സിലേക്ക് വരിക ജെറമ്യാ പ്രവാചന പുസ്തകം ഒന്ന് വായിച്ചോ. ജെറമ്യാ പ്രവാചന പുസ്തകത്തില് ദൈവം പറഞ്ഞ കാര്യങ്ങളുണ്ട്, മുന്നറിയിപ്പുകള്. അത് അവഗണിച്ച ജനം നശിച്ച് വിലാപങ്ങളുടെ പുസ്തകം, അടുത്ത പുസ്തകം വിലാപത്തിന്റെ നാശത്തിലേക്ക് പോയി. പിന്നീട് തിരിച്ചു വരാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ബാറൂഖിന്റെ പുസ്തകമൊക്കെ കണക്ട് ചെയ്ത് വായിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, ഒന്നും വെറുതെ വരില്ല, ഒന്നും വെറുതെ വരില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോ ചാടിക്കേറി നിങ്ങൾ ആ അച്ഛൻ്റെ അടുത്ത് പോയി, ഈ അച്ഛൻ്റെ അടുത്ത് പോയി, അവിടെ ഓടി ഇവിടെ ഓടി, പിശാചിന്റെ പീഡയാണ്, ചില തടസ്സമൊക്കെ ഉണ്ടെന്നേ. ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ വന്നു, എങ്ങനെ പരിഹരിക്കാം? പരിഹാരം ഒന്നുള്ളൂ, കർത്താവിന്റെ കുരിശിലെ ബലി, ഈ ദൈവത്തിന്റെ കരുണ. ആ കരുണയുടെ നിറവായ തിരുഹൃദയത്തിന്റെ ഒരു വിളിയുണ്ട്, എൻ്റെ അരികിലേക്ക് വാ. അത് ഉത്തരവാദിത്വത്തോടെ ഈശോയുടെ അരികിലേക്ക് കടന്നു വന്ന് ഈ രക്ഷ കൈവരിക്കാൻ സാധിക്കണം. ഇന്ന് പല മക്കളും എഴുതിറ്റി പോയതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം ഈ അടിസ്ഥാനപരമായ കാരണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിന്റെ മേഖലകളെ കണ്ടെത്തി, ദൗത്യം മറന്നുപോയ, വിളി മറന്നുപോയ, ജീവിക്കാൻ മറന്നുപോയ, സത്യം മറന്നുപോയ, അടിസ്ഥാനം നശിപ്പിച്ച് ഇറങ്ങിപ്പോയ അനേകം ദമ്പതിമാരുടെയും മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും അവസ്ഥയിൽ നിന്ന് വന്ന പൈശാചിക സ്വാധീനങ്ങൾ, തകർച്ചകളുമാണ്. മക്കളുടെ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ അനുദപിക്കണം, കർത്താവിലേക്ക് തിരിയണം, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കർത്താവിന്റെ വചനമനുസരിച്ച്, കർത്താവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്താൻ, ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സ്വന്തമാക്കുന്ന ആ വലിയ കരുണയുണ്ട്, അതിലേക്ക് തിരിഞ്ഞ് ആ തിരുഹൃദയ സ്നേഹത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം ശരിയാവും, മക്കൾ നേരെയാവും. ഇന്നീ കാലഘട്ടത്തില് അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. എന്താണെങ്കിലും ഈ ദിവസങ്ങളിൽ കർത്താവ് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പല പല ടോക്കുകൾ, കുറച്ച് ടോക്കുകൾ അതിനുവേണ്ടി ഒരുങ്ങാനായിട്ട് അച്ഛൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മ ഒത്തിരിയേറെ ദൈവ കൃപയിലും ദൈവിക ശക്തിയിലും ജീവിതത്തെ മാറ്റം വരുത്താതെ കർത്താവിന്റെ അനുഗ്രഹം ഒന്നും കിട്ടല്ല മക്കളെ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. യെശയ്യാ പുസ്തകം 59-ാം അധ്യായം 1-2 വചനം പറയുന്നുണ്ട്, നിന്റെ പാപങ്ങൾ, നിന്റെ അകൃത്യങ്ങൾ നിന്നെ തമ്മിൽ അകറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ മുഖം തന്നെ മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളിൽ തടസ്സങ്ങളുണ്ട്, അകന്നു പോയതിന്റെ കാരണങ്ങളുണ്ട്, മുഖം പോലും മറച്ചു വച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട്. അത് മാറ്റണം. അത് മാറ്റാണ്ടൊന്നും കാര്യം നടക്കില്ല. ഇന്ന് അതിന് വില കൊടുക്കാതെ അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യൻ ഇന്ന് ആകപ്പാടെ കഷ്ടപ്പെടുകയാണ്. അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് വേണ്ടേ? നമുക്ക് വേണ്ടത് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടും, കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ, അനുഗ്രഹത്തെക്കാൾ ഉപരി കർത്താവിനെ കിട്ടിയാൽ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിലൂടെ നമുക്ക് ലഭിക്കും. അത് സ്ഥായിയാണ്, അത് നിലനിൽക്കുന്നതാണ്, അതൊരിക്കലും മാറത്തില്ല. അല്ലാണ്ട് കിട്ടിയാലും ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവത്തില്ല, സമാധാനം ഉണ്ടാവത്തില്ല, അനുഗ്രഹം നിലനിൽക്കത്തുമില്ല. ഇതാണ് സത്യം, അനുഭവം. അതുകൊണ്ട് മക്കളെ, നമുക്ക് കർത്താവിന്റെ തിരുഹൃദയത്തിൽ ഓടിയണയാം, കർത്താവിന്റെ കരുണയിലേക്ക് ഓടിയണയാം, കർത്താവിന്റെ കരുണയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധ്യാനിക്കാം. നാളെ നമ്മൾ വിശുദ്ധ കുർബാന തിരുനാൾ ആഘോഷിക്കാം. കുർബാനയെ കുറിച്ചൊക്കെ ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി ആ തിരുഹൃദയ സ്നേഹം അനുഭവിച്ച് കർത്താവിന്റെ കരുണ സ്വന്തമാക്കിയെടുക്കാൻ നമുക്കിടയാകട്ടെ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടി ദിവ്യാനുസരണത്തിൽ അല്പസമയം നമുക്കായിരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നമ്മെ തന്നെ സമർപ്പിച്ച്, നമ്മുടെ മക്കളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ രക്ഷിക്കുവാനും വീണ്ടെടുക്കുവാനും വേണ്ടി അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്വയം അവിടുന്ന് മരണമേറ്റെടുത്തു. ഞങ്ങൾക്ക് മരിക്കാതിരിക്കാൻ, ഞങ്ങൾ മരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. ഈശോയെ, ആ സ്നേഹത്തിന്റെ വലിയ പ്രകടനമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തന്നിട്ട് അത് മനസ്സിലാക്കാൻ പറ്റാതെ അങ്ങയുടെ മക്കൾ അങ്ങേ വിട്ടുപോയപ്പോ തിരുഹൃദയത്തിന്റെ ആ സാന്നിധ്യം തന്നെ അങ്ങ് നൽകിക്കൊണ്ട് വിശുദ്ധ മേരി മാർഗ്രറ്റ് അൽക്കോക്കിലൂടെ ആ സ്നേഹം വീണ്ടും വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണല്ലോ. തിരുഹൃദയ ഭക്തിയുടെ ആഴപ്പെട്ട അനുഭവത്തിലായിരിക്കുന്ന ഈ ജൂൺ മാസത്തില് കർത്താവെ, ആ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. അതിനുവേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം. അങ്ങയുടെ കരുണ സ്വന്തമാക്കി എടുക്കാൻ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തന്നെ മനസ്സിലാക്കി തടസ്സങ്ങളെ കണ്ടെത്തി പാപത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അനന്തര ഫലങ്ങള് സ്വയം ഏറ്റെടുക്കുന്ന അങ്ങയുടെ മഹാകരുണ, അതിനുവേണ്ടി അങ്ങ് ഏറ്റെടുത്ത പീഡാസഹനങ്ങൾ, അതിനുവേണ്ടി അങ്ങ് ചിന്തിയ രക്തം, അതിനുവേണ്ടി അങ്ങ് കുത്തി തുറന്ന അങ്ങേ തിരുഹൃദയം, ഇതെല്ലാം കണ്ട് അനുഭവിച്ച് ആ ഹൃദയത്തിന്റെ കരുണയിലേക്ക് ഓടിയണയാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഒരു കാരണമില്ലാതെ ഒരു കാര്യമുണ്ടാകത്തില്ലെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. നാശം കടന്നു വരുന്ന വാതിൽ എവിടെയൊക്കെയോ തുറന്നു കിടക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മക്കളെ നശിക്കാൻ, ഞങ്ങളുടെ മക്കളെ ഇല്ലാണ്ടാക്കാൻ, ഞങ്ങളുടെ മക്കളെ തകർത്തെറിയാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ നാശത്തിന്റെ വാതിലുകൾ കടന്നു വരാൻ വേണ്ടി എവിടെയോ തുറന്നു കിടക്കുന്നു കർത്താവേ. അതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കട്ടെ. അടഞ്ഞ വാതിലുകളെ അടയ്ക്കുന്ന കർത്താവെ, തുറന്നു കിടക്കുന്ന നാശത്തിന്റെ വാതിലുകളെ കർത്താവെ അടച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് മാറ്റണമേ. വാതിലുകൾ അടയ്ക്കേണ്ട വാതിലുകളെ അങ്ങ് അടയ്ക്കണം, തുറക്കേണ്ട വാതിലുകളെ അങ്ങ് തുറക്കണം. അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുകയും നാശത്തിന്റെ വാതിലുകളെ അടച്ചുകൊണ്ടും കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ, സഭയെ, പൗരോഹിത്യത്തെ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ, ജോലി മേഖല, മക്കളുടെ പഠന മേഖലകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ പല രോഗങ്ങളിൽ കുടുക്കിയിട്ടിരിക്കുന്ന തടസ്സങ്ങള്, തകർച്ചകള്, ചില അരൂപികള്, മാനസിക രോഗത്തിന്റെ, ശാരീരിക രോഗത്തിന്റെ, ഈ ആത്മീയമായ രോഗം, പ്രാർത്ഥനയില്ല, ഉദാശ വേണ്ട, അങ്ങേ വേണ്ടെന്നൊക്കെ പറയുന്ന വലിയൊരു പൈശാചിക രോഗം, ആത്മീയ രോഗമാണ് കർത്താവെ. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ അപ്പന്മാര്, ചില അമ്മമാരും കർത്താവെ ഉദാശ ഇല്ല, അങ്ങേ വേണ്ടെന്ന് പറഞ്ഞു നടക്കുന്നു. ദിവസങ്ങളെ കോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പം കർത്താവ്, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ, ഒത്തിരിയേറെ മക്കൾ ഈ സമയത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. സ്വർഗത്തിന്റെ സഹായം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി 2 മക്കബായർ 8-ാം അധ്യായത്തിന്റെ ആ വചനത്തിന്റെ ശക്തി, സഹായം സ്വർഗത്തിൽ നിന്ന് എന്ന് എഴുതി വെച്ചുകൊണ്ട് ശത്രുവിനെ പോരാടി തോൽപ്പിച്ച മക്കബെയൂസിന്റെയും 9000 വരുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെയും ആ വലിയ വിജയത്തിന്റെ ശക്തി അവകാശപ്പെട്ടുകൊണ്ട് ആ സഹായം സ്വർഗത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് നൽകി അവർക്ക് വിജയം നൽകണമേ. പരീക്ഷയില്, ഇന്റർവ്യൂല് കർത്താവ് ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മുടെ മക്കൾ തോൽക്കാൻ പാടില്ല. തോൽക്കാൻ കാരണം നമ്മുടെ കുടുംബത്തിലെ ചില അവസ്ഥകളാണ്. ജീവിത പങ്കാളിയുടെ, നമ്മുടെ കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ, പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട പരനാശത്തിനും കടന്നു വരാനുള്ള വാതിൽ തുറന്നു കിടക്കുന്നതിൻ്റെ വെറുതെ ഒന്നും വരില്ല. അത് ഈ ദിവസങ്ങളിൽ കണ്ടെത്തണം, അതിനെ പരിഹരിക്കണം. ആ മേഖലയിൽ സാത്താന് കിട്ടിയ അവകാശങ്ങൾ അവസാനിപ്പിക്കണം. അവന് തുറന്നിട്ടിരിക്കുന്ന വാതിൽ അത് അടയ്ക്കണം. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളെ
കർത്താവിൻ്റെ കൃപയുടെ ഇടപെടലിൻ്റെ രക്ഷാകരമായ ദിവസങ്ങളാക്കി മാറ്റുവാൻ കർത്താവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ആ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഓടി അണഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടും എളിമയോടും കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഒരു കാര്യങ്ങളും ഉയർത്തി നമ്മുടെ എല്ലാ മക്കളെയും, മക്കൾക്ക് വേണ്ടി എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ കുടുംബത്തിലെ നിയോഗങ്ങളെയും, വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം അതിനെല്ലാം വേണ്ടി സ്വീകരിച്ച എൻ്റെ മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, പരീക്ഷയിൽ അവരെ ജയിപ്പിക്കണം, അങ്ങ് സഹായിക്കണം, അങ്ങ് കൂടെ വേണം. അങ്ങയുടെ തിരുഹൃദയത്തിലെ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണം, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം. വലിയ ദാഹത്തോടെ എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ.